ഇപ്പോൾ VS-ന്റെ വിലാപയാത്ര കാര്യവട്ടം പിന്നിട്ട് കഴക്കൂട്ടത്തേക്ക് എത്തുകയാണ്. മാർഷൽ V. സെബാസ്റ്റ്യനും AK സ്റ്റെഫിനും വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. മാർഷൽ, കഴക്കൂട്ടത്തേക്ക് എത്തുന്നേ ഉള്ളൂ. 2 മണിക്ക് തിരുവനന്തപുരം പാളയത്ത് നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഇതിനോടകം കഴക്കൂട്ടത്ത് എത്താനേ കഴിഞ്ഞുള്ളൂ. ഇപ്പോഴും വലിയ ജനപ്രവാഹം, ജനസഞ്ചയം അവിടെ നമുക്ക് കാണാനും കഴിയും. എപ്പോൾ ആലപ്പുഴ എത്തും എന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കൾക്കൊരു ഉത്തരമുണ്ടോ? അത്തരമൊരു തീരുമാനം നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഞാൻ കണിയാപുരം നിൽക്കുന്നു, കഴക്കൂട്ടത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പം തന്നെ നൂറുകണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം എത്തുമെന്ന് കരുതിയിട്ട്. ഈ ഒരു യാത്ര അനിശ്ചിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മൾ നേരത്തെ മുൻപ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ ദർശിച്ചതാണ്. ജനങ്ങൾ, അത് രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളും VS-നെ സ്നേഹിക്കുന്ന ആൾക്കാരും അവരെല്ലാം തന്നെ ഈ റോഡിന് ഇരുവശവുമായി എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. വിവിധ ഘടകങ്ങൾ, പാർട്ടി ഘടകങ്ങളിൽ നിന്നുള്ള സഖാക്കൾ, അവർ റെഡ് വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവർ ആ രീതിയിൽ VS-ന്റെ വിലാപയാത്രയെ അഭിസംബോധന ചെയ്തു പോകുവാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയും നിൽക്കുന്നു. ഒട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. VS എന്ന സമരായുധം അല്ലെങ്കിൽ VS എന്ന ആ സമരമരം നമ്മളെ വിട്ടു പോയിരിക്കുന്നു. അത് ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്രയിലാണ്. ആ പ്രയാണത്തിൽ കേരളത്തിലെ മുഴുവൻ പേരും, പോരാളിയായിരുന്ന VS-നെ ഏറെ സ്നേഹിക്കുന്നവർ, അവരെല്ലാവരും തന്നെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ഒരു കാഴ്ച ഇന്ന് തലസ്ഥാന നഗരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായ സമയം മുതൽ നമ്മൾ കാണുകയാണ്, നമ്മൾ കേൾക്കുകയാണ് കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം. അത് അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദുഃഖം ഘനീഭവിക്കുന്ന ഒരു വഴിത്താരയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2:30 മണിക്ക് തന്നെ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിൽ നിന്നും എടുത്ത VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഓരോ പോയിന്റ് എടുക്കുന്ന സമയം, അവിടെയെല്ലാം കാത്തുവയ്ക്കുന്ന ജനങ്ങൾ, ഇതെല്ലാം കാണിക്കുന്നത് എപ്പോൾ ഇത് എത്തുമെന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കുക, ഇനി അങ്ങോട്ട് CPM-ന്റെ രീതി അനുസരിച്ചുള്ള പോയിന്റുകളിലാണ് ജനങ്ങൾ എത്തി നിൽക്കുക, പാർട്ടി പ്രവർത്തനം നിൽക്കുക. അവിടെ മാത്രമാണെങ്കിൽ തന്നെ ഒരുപക്ഷെ ഏകദേശം 12 മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് എത്താൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അതല്ല ഇനിയും പുലർച്ചെയാകുമോ എന്നറിയില്ല. എന്തായാലും ഈ യാത്ര ജനസാഗരം കടന്നു വേണം ആലപ്പുഴയിലേക്ക് എത്താൻ. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, കാര്യവട്ടം ക്യാമ്പസ് കടന്ന് കഴക്കൂട്ടത്തേക്ക് എത്തുമ്പോൾ ജനക്കൂട്ടം ഇരട്ടിയാവുകയാണ്. ഈ രാത്രിയിൽ വലിയ ജനസഞ്ചയത്തെ അവിടെ മുദ്രാവാക്യങ്ങൾ മുഴക്കി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അഭിവാദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. ഇത് തുടർന്ന് അങ്ങോട്ടുള്ള വഴികളിലും പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും അഭിലാഷ്, അതായത് ദർബാർ ഹാളിൽ നിന്ന് 2 മണിയോടുകൂടി VS-ന്റെ ഭൗതികദേഹം എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഓരോ പോയിന്റിലും കൂടി വരുന്ന കാഴ്ചയാണ്. സാധാരണഗതിയിൽ ആദ്യമേ നമ്മൾ പ്ലാമൂട് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം പ്ലാമൂടേക്ക് എത്തുമ്പോൾ അത് തിങ്ങി നിറയുന്ന ഒരു കാഴ്ച. അങ്ങനെ ഓരോ സ്ഥലത്തും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും കേശവാസപുരത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് കീമോ കഴിഞ്ഞ് അർബുദബാധിതയായ രോഗി അടക്കം വന്ന് നിൽക്കുകയാണ് VS-നെ കാണുന്നതിന് വേണ്ടി. അങ്ങനെ പ്രിയപ്പെട്ട നേതാവിനെ കാണുന്നതിന് വേണ്ടി എവിടെ നിന്നെല്ലാം ആളുകൾ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ VS-നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നൽകുന്നത് ഒരു അർഹിച്ച യാത്രയയപ്പാണ് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഒരു കാലത്ത് 1957 മറ്റോ അല്ലെങ്കിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഒക്കെ അദ്ദേഹം പ്രധാനപ്പെട്ട യാത്രകളെല്ലാം നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ഒരു KSRTC വാഹനത്തിലായിരിക്കും. ആ വാഹനത്തിൽ അദ്ദേഹം വന്ന് ഇറങ്ങി തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോകുമ്പോൾ ആ ഹൃദയവായ്പോടു കൂടിയാണ് ആ യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VS അച്യുതാനന്ദൻ ഇവിടെ എത്തി തിരിച്ച് അദ്ദേഹം ഒരു പതിറ്റാണ്ട്, ഒരു 100 വയസ്സ് 102 വയസ്സ് പിന്നിട്ട് അദ്ദേഹം ഒരു പുതിയ ആലപ്പുഴയിലേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം നൽകുന്ന ഒരു യാത്ര, അത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലെല്ലാം എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പാർട്ടി അതിനോട് പ്രതികരിച്ചത് എന്നെല്ലാം കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ കാഴ്ചകൾ ഇന്നും നമുക്ക് കാണുവാൻ ഇടയായിരുന്നു. ഇപ്പോൾ ഏതായാലും കുറച്ചുകൂടി വേഗത്തിലായിട്ടുണ്ട്. ശ്രീകാര്യം പിന്നിട്ടതോടുകൂടി കാര്യവട്ടത്തൊന്നും തന്നെ അധിക നേരം ഈ വാഹനം നിർത്തിയില്ല. അത്രയധികം തിരക്കുണ്ടായിരുന്നു എങ്കിൽ പോലും എല്ലാവർക്കും ഒരു നൊടിയുടെ ഒന്ന് കണ്ട് VS-നെ യാത്ര അയക്കാൻ ഒരു ക്രമീകരണം മാത്രമാണ് ഇവിടെ ഒരുക്കിയത്. ഇപ്പോൾ ഏതായാലും കഴക്കൂട്ടത്തേക്ക് വാഹനം പോയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ കഴക്കൂട്ടവും പിന്നിട്ട് നാഷണൽ ഹൈവേയിലേക്ക് വാഹനം പ്രവേശിക്കും. അവിടെയും വലിയ
വലിയ തിരക്കാണ്. നേരത്തെ മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും വലിയ തിരക്കാണ്. നേരത്തെ അല്പം മുമ്പ് നമ്മൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഈ കാര്യങ്ങളൊന്ന് ചോദിച്ചപ്പോൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ആളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സമയ ക്രമീകരണമെല്ലാം വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയും നമ്മൾ വൈകിട്ടെത്തുമ്പോഴും നൂറുകണക്കിന് ആളുകൾ കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലുണ്ടായിരുന്നു. പലപ്പോഴും ഇവിടുത്തെ വിദ്യാർത്ഥികൾ VS-നെ അടുത്ത് കണ്ട് ശീലിച്ചവരല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരിട്ട് കണ്ടിട്ടുള്ളവരല്ല. കാരണം VS ഏറെ കാലമായി വിശ്രമ ജീവിതത്തിലായിരുന്നു. പക്ഷേ കേട്ടറിഞ്ഞ, ടെലിവിഷനിലൂടെ കണ്ടറിഞ്ഞ, വായിച്ചറിഞ്ഞ VS-നെ അടുത്ത് കാണുന്നതിന് വേണ്ടി വന്നിരുന്നത് ആയിരക്കണക്കിന് പേരാണ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ എല്ലാം ഹൃദയവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് VS യാത്രയാകുന്നത്. ഏതായാലും VS രണ്ടാമത്തെ ഭവനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം ഏറ്റുവാങ്ങുന്നത് വലിയ ഹൃദയവായ്പാണ്. അതെല്ലാം ജനങ്ങളെ VS യാത്രയിൽ കൊണ്ടുവന്നിരുന്ന VS അച്യുതാനന്ദന് ആ ഹൃദയ വായ്പോടുകൂടി ജനങ്ങൾ വിട നൽകുകയാണ്. കഴക്കൂട്ടത്ത് എത്തിയിട്ടേ ഉള്ളൂ. തിരുവനന്തപുരം നഗരം കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട നഗരമാണ് കഴക്കൂട്ടം. തിരുവനന്തപുരം ജില്ല തന്നെ പിന്നിടാൻ ഇനിയും മണിക്കൂറുകളെടുക്കും. ഈ ജനസാഗരം കടന്നു വേണം VS അച്യുതാനന്ദന് കൊല്ലം പിന്നിട്ട് ആലപ്പുഴയിലേക്ക് എത്താൻ. അത്രമേൽ വലിയ ജനക്കൂട്ടം ഈ സമയത്തും 7:30 കഴിയുന്ന ഈ സമയത്തും പാതയോരങ്ങളിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്.